ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ ചട്ടിയിൽ വെച്ച മട്ടൻ കറി റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഗ്യാസിലെ കുക്കറിലാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഹസ്ബൻഡിനൊരു നിർബന്ധം വിറകടുപ്പിൽ വെച്ചിട്ട് നല്ല ബീഫും മട്ടനൊക്കെ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിന്നെ അതങ്ങ് നിറവേറ്റി കൊടുക്കാം. അപ്പോൾ മട്ടന് അടുപ്പിൽ തീ കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെന്താ ലാസ്റ്റ് വറുത്തിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓരോ ശീലങ്ങളല്ലേ. അപ്പോൾ ആ ഒരു ശീലം പോലെ തന്നെ ഉള്ളി വറുത്തിടാൻ ഗ്യാസിൽ വെച്ചിട്ടോ. അപ്പോൾ ഇതാ കഴുകി വൃത്തിയാക്കിയ മട്ടനുണ്ട്. പിന്നെ പൊടികളും ഉള്ളി, തക്കാളി, പച്ചമുളക്, വേപ്പില, ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ മട്ടൻ ഒരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. ഒരു 5-6 കുഞ്ഞുള്ളിയും ഓരോ തക്കാളിയും ഉള്ളിയും 2-3 പച്ചമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് 1 സ്പൂണ് മുളക് പൊടി, 2-3 സ്പൂണ് മല്ലിപ്പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് ഉലുവ, 1 സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുത്തതിന് ശേഷം ഈ ഒരു ഇറച്ചി മുങ്ങാൻ തക്ക വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അടുപ്പത്തിരുന്ന് വറ്റി വരുമ്പോഴേക്കും ഇതിൻ്റെ വേവും ആയിട്ടുണ്ടാകും. അപ്പോൾ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന അടുപ്പിലേക്ക് ഞാൻ ചട്ടി വെച്ച് കൊടുത്തതിന് ശേഷം അടച്ച് വെക്കുകയാണ്. ഇനി ഇടയ്ക്കൊന്ന് തിളച്ചതിന് ശേഷം തുറന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മളൊന്ന് കെയർ ചെയ്യണം. മൺചട്ടിയുടെ അടിയിലേക്ക് പറ്റി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പം നല്ലോണം വെള്ളമൊക്കെ വറ്റി വന്ന് വേവായിട്ടുണ്ട്. ഇനി ഞാൻ വെളിച്ചെണ്ണ ചൂടായതിലേക്ക് കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ചെടുത്ത കുറച്ചധികം കുഞ്ഞുള്ളിയും ചേർത്തിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. മൂത്ത് വരുമ്പോൾ തീ ഓഫാക്കിയതിന് ശേഷം ടേസ്റ്റ് നോക്കിയിട്ട് ആവശ്യത്തിന് കുരുമുളക് പൊടിയോ ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പാകാണെന്നുണ്ടെങ്കിൽ ഒരു രുചിക്കും മണത്തിനും വേണ്ടിയിട്ട് ഒരല്പം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുകൂടി നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇറച്ചിയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഞാൻ കഴിക്കാനായിട്ട് എടുക്കുകയാണ്. എനിക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് സമയമൊക്കെ വലിയൊരു വിശപ്പൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഉച്ച സമയമാകുമ്പോൾ, പ്രത്യേകിച്ച് ഇപ്പോൾ നാട്ടിലൊക്കെ ആയ സമയത്ത് ഒരു മണിയൊക്കെ ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ 1:30 ആകുമ്പോഴേക്ക് ഭക്ഷണം കഴിക്കണം കേട്ടോ. നന്നായിട്ട് വിശപ്പ് വരും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇഷ്ടമായാലും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ബൈ.